പുതിയതായിട്ട് മാങ്കോസ്റ്റിൻ നടാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് മാങ്കോസ്റ്റിൻ നഴ്സറിയിൽ നിന്നല്ലാതെ നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു മാങ്കോസ്റ്റിൻ പ്ലാന്റുകളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മാങ്കോസ്റ്റിനാണ്, പ്ലാന്റാണ്. അപ്പോൾ ഇതിന് എത്ര വർഷമായി? ഇതിൻ്റെ തടിക്കൊക്കെ നല്ല വണ്ണമുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4 വർഷം എത്തിയ തൈകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ 8 വർഷം എത്തിയ തൈകളാണ്. യോജി കുറച്ചൊന്നും ഇങ്ങനെ കാണാം. 8 വർഷം എത്തിയ തൈകളാണ് ഇത് ഓൾറെഡി. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒരു 4 വർഷം എത്തിയ തൈനെ നമ്മൾ ഒരേക്ക് മാറ്റി. ഇത് 30 സൈസ് ഒറയാണ്, 30 സൈസ് ഒറയാണ്. അപ്പോൾ ആ ഒറയിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് ഇതിന് ജസ്റ്റ് വളർത്തി, കൂടുതലായിട്ട് വളം ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ വളം ഇട്ട് മരം വലുതാക്കുന്നതല്ല സത്യം. 8 വർഷം എന്ന് പറയുന്ന കാലഘട്ടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം 8 വർഷത്തേലേ കായ്ക്കുള്ളൂ. ആ കാലഘട്ടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒറയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിന്റെ വളർച്ച ക്രമീകരിച്ച് വെച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ വളർച്ച നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ നമ്മൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. ഇനി ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് കൊണ്ടുപോയി വയ്ക്കുന്ന വ്യക്തിക്ക് ഇത് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി റംബൂട്ടാൻ പഴം പിന്നത്തെ കൊല്ലം തിന്നാം. മാങ്കോസ്റ്റിൻ തിന്നാം. റംബൂട്ടാൻ എന്ന് പറഞ്ഞത് 2 വർഷം കൊണ്ട് കായ്ക്കും. പക്ഷെ മാങ്കോസിനെ സംബന്ധിച്ച് 8 വർഷം വേണം. അത് വലിയ കാലയളവാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച്, നഴ്സറിക്കാരെ സംബന്ധിച്ച് 8 വർഷത്തോളം ഒരു തൈ പരിപാലിച്ച് വെക്കാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ് ഉണ്ട്. 8 വർഷം ഇതിനെ നനച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതുണ്ടാക്കി കോസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള തൈ നമ്മൾ 6000 രൂപയ്ക്കാണ് തൈ 8 വർഷത്തെ തൈ ഓൾറെഡി കാച്ചു തുടങ്ങിയ തൈകൾ നമ്മൾ കൊടുക്കും. ഇതിപ്പോ നമ്മൾ മണ്ണിലേക്കാണ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളർച്ച പെട്ടെന്നായി. ഇത് നോക്കി, ഈ സ്റ്റെമ്പ് ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ സ്റ്റെമ്പ്, ഈ സ്റ്റെമ്പ് ഇനി മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 വർഷം കൊണ്ട് തന്നെ ഇരട്ടി. അപ്പൊ ആ ഇതായി. നമുക്ക് ഇതിൽ വന്നിട്ട് വലുതാക്കാൻ പറ്റായിട്ടല്ല, നമ്മൾ അതിന്റെ വളം ക്രമീകരിച്ചിട്ടാണ് കുരുവിട്ട് മുളപ്പിച്ചത്. 8 വർഷം മുമ്പ് കുരുവിട്ട് മുളപ്പിച്ചത്. ഇത് നമ്മളിപ്പോ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണമെങ്കിൽ ഓവർ വളം ചെയ്ത ഓവർ വലിപ്പാവും. അപ്പൊ നമുക്ക് വിൽക്കാൻ പറ്റാത്ത ഒന്നുമില്ല. മാങ്കോസിനെ സംബന്ധിച്ച് പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പണി കിട്ടും. വേറെ ഒന്നല്ല, കായ്ക്കാൻ വൈകും. മാങ്കോസിന് പ്രത്യേകത ഉണ്ട്, മാങ്കോസിന് പ്രൂണിങ് ഇല്ല. പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ആ കൊമ്പിന് തന്നെ കായ്ക്കുള്ളൂ. ആ സമയം റംബൂട്ടാൻ വ്യത്യാസമുണ്ട്, കാരണം രണ്ടിനും ഞാൻ പീസാണ്. ഈ കളർ കണ്ടോ, ഇതിപ്പോ ഈ കളറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഗ്രീൻ കളറിലേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ടെങ്കിൽ, സ്റ്റമ്പിന്റെ ഈ ഗ്രീൻ കളറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിന് പ്രൊഡക്ടിവിറ്റി കൂടും. ഈ ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെ ഏറ്റവും നല്ല ഒരു കളർ ചേഞ്ച് അല്ലേ. അതായത് ഈ പച്ച ഗ്രീൻ ഷെയ്ഡുള്ള ഈ ഷെയ്ഡും ഈ കളറും എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് കാരണം ആ കാലഘട്ടത്തിലേക്ക് ആ സാധനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു മരമാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊരു നല്ല വെറൈറ്റിയാണ്. ഇത് മൊത്തം നല്ല വെറൈറ്റിയാണ്. പ്രത്യേകമായിട്ട് നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി ഉള്ള വെറൈറ്റി ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെയും അതാ കണ്ട, അവിടെ ഇതിന്റെ കുഞ്ഞന്മാരാണ് ഇരിക്കുന്നത്. ഈ നമ്മളിപ്പോ അടുത്ത വർഷം ഇതിന്നൊക്കെ മാറ്റും. ഇതിപ്പോ 4 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോ ഞാനിത് വേറെ അതേപോലത്തെ ഉറയിലേക്ക് മാറ്റി 4 വർഷം പരിപാലിച്ചിട്ട് ആ രീതിയിലേക്ക് കൊടുക്കും. ഇതിപ്പോ നമ്മളിവിടെ കൊടുക്കുന്നത് 1000 രൂപയ്ക്കാണ്. 1000 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ 4 വർഷമായത് 1000 രൂപ. 4 വർഷം കഴിഞ്ഞു വന്നു. പിന്നെ നമ്മളിപ്പോ പറയുന്നതിന്റെ കൂട്ടത്തില് ജാക്ക് ഉണ്ട്, വിയറ്റ്നാമേറിലെ ജാക്ക് ഉണ്ട്. കൂടുതലായിട്ട് നമ്മളതിന് ഇത് എന്താണ് കളർ, എന്താണ്? റെഡ് നല്ല ഐറ്റം ആണ്. ഓൾറെഡി കായ ഉണ്ടായി നിൽക്കുന്ന വിയറ്റ്നാമേറിലെ ജാക്ക്. നമ്മള് റംബൂട്ടാന്റെ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും ചെയ്യണുള്ളൂ. പക്ഷെ ഇവിടെ വന്ന ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മള് ഈ വിയറ്റ്നാമേറിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വർഷം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മള് കപ്പ് സൈസുള്ള വലിയ ടംബ്ലർ പോലെ ആക്കിയിട്ട് ഈ 5 സെന്റ് 6 സെന്റ് വീടുള്ളവർക്ക് ഇത് കൊടുത്തു വിടാന്നൊരു ഐഡിയ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രമ്മിലേക്ക് ഓർഡർ ഉണ്ടായിട്ട് കൊടുക്കാണ്ട് വെച്ചിരിക്കുകയാണ്, ഡ്രമ്മിലേക്ക് മാറ്റാനുള്ള. ഇപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മൾ കടയിൽ നിന്ന് മാങ്കോസ്റ്റിൻ ഫ്രൂട്ട് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല വലിപ്പമുള്ള നല്ല വിത്തുണ്ടാകും. അപ്പോൾ വളരെ കുറച്ച് വിത്തുകളായിരിക്കും ഉണ്ടാകുക, എന്നാലും നമുക്ക് നല്ല വലിപ്പമുള്ള കിട്ടിയതിൽ വെച്ചിട്ട് നല്ലത് നോക്കിയിട്ട് നമുക്ക് കിളിപ്പിക്കാവുന്നതാണ്. മാങ്കോസ്റ്റിൻ ചെടികളുടെ വളർച്ച ആദ്യ വർഷങ്ങൾ, അതായത് 3 വർഷം വളരെ സാവകാശമായിരിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത് മാങ്കോസ്റ്റിൻ നട്ടിട്ട് പുതിയ ഇലകൾ വരാൻ വളരെ പ്രയാസമാണ്, തട്ട് തിരിയുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ വർഷങ്ങൾ വളരെ സാവകാശമാണ്. അപ്പോൾ അതിന് നമ്മൾ ജൈവ വളങ്ങളൊക്കെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ചെടി തീർച്ചയായിട്ടും വളർന്നു വരും. ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതുപോലുള്ള വളങ്ങളൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. മാങ്കോസ്റ്റിൻ ചെടിക്ക് വളം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്.
ഇപ്പോൾ കാണാത്തവർ അതുകൂടി കാണുക. വളരെ സാവകാശത്തിൽ വളരുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് മാങ്കോസ്റ്റെങ്കിലും ദീർഘകാലം ഇതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 100 വർഷത്തിന് മേലും നന്നായിട്ട് വിളവ് കിട്ടും. അപ്പോൾ വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് വിളവ് കുറയുകയല്ല, വിളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാങ്കോസ്റ്റിൻ ചെടിക്ക് അത്യാവശ്യം തണൽ വേണം. അത് ചെറിയ പ്ലാന്റ് ആയിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇടവിളയായിട്ടൊക്കെ നടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ തണൽ കൊടുക്കണം. വലിയ മരങ്ങൾ തമ്മിലാണെങ്കിൽ 20-25 അടി അകലമുള്ളതാണ് നല്ലത്. കാര്യം കൊമ്പുകൾ തമ്മിൽ കോർക്കാതിരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടാനൊക്കെ അതാണ് നല്ലത്. ഇത് നമ്മുടെ മാങ്കോസ്റ്റിൻ സീഡ് നട്ട് മുളച്ച് വന്നതാണ്. അപ്പോൾ മുളച്ച് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 6-7 മാസമായതാണ്. ഇത് വളരെ സ്ലോവിലെ വളരുള്ളൂ. ഇനി ഇതൊരു 2 വർഷമൊക്കെ ആകുമ്പോഴേക്കും, 1 വർഷം 1.5 വർഷം ആകുമ്പോഴേക്കും ഒരുവിധം വലിപ്പം വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ശരിക്കും കെയർ ചെയ്താൽ പൊന്തിപ്പോന്നോളും. അപ്പോൾ നമ്മൾ ഒരുപാട് കെയർ ചെയ്യാത്ത തൈകളാണിത്. ഇത് നമ്മുടെ 3 വർഷം പ്രായമായ മാങ്കോസ്റ്റിൻ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ച നിങ്ങൾക്ക് മനസ്സിലാകും. ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ആദ്യ വർഷങ്ങളിൽ 1-2 വർഷങ്ങളൊക്കെ വളരെ സ്ലോയിലാണ് ഇത് വളർന്നു വരിക. പിന്നീടാണ് ഇലകളും അതുപോലെ തന്നെ ചെറിയ ശിഖരങ്ങളും തട്ടുകളും ഒക്കെ വരാനായിട്ട് കുറച്ച് താമസമുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇത് ചെറിയ ചെടിയാകുമ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഇലകളും തണ്ടുകളും ഒക്കെയാണ്. എന്തെങ്കിലും തേങ്ങയോ മറ്റോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാനും നല്ല ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ 1-2 എണ്ണമൊക്കെ അങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്കോസ്റ്റിൻ തൈ പരിപാലനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ റംബൂട്ടാനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇലകരിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള പരിഹാരം വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ റംബൂട്ടാൻ്റെ വേണോ എന്നുള്ളതും കൂടി ഞാനിപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുപടി കൂടി പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.